ബ്രോഡ്വേയിൽ നമ്മുടെ അലി അക്ബർ ഷാ തയ്യാറായി നിൽക്കുകയാണ്. ഗുഡ് ഈവനിങ് അലി അക്ബർ ഷാ. തിരുവനന്തപുരത്ത് വലിയ തിരക്കില്ല. കൊച്ചിയിൽ ബ്രോഡ്വേയിൽ സാധാരണ എല്ലാ ദിവസവും തിരക്കുള്ള ദിവസമാണ്. തെറ്റിപ്പോയല്ലോ, തിരക്കുള്ള സ്ഥലമാണ്. പക്ഷേ ഇന്നത്തെ ഒരു കാഴ്ച എങ്ങനെയാണ്? ഗുഡ് ഈവനിങ് സുജയ. ബ്രോഡ്വേ ഈ പറഞ്ഞതുപോലെ ബ്രോഡ്വേയിൽ എപ്പോ വന്നാലും ആളല്ലേ എന്നതാണ്. പക്ഷെ ഇതാ ഓണത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ബ്രോഡ്വേയുടെ ഈ മാർക്കറ്റുകൾ വിൽപ്പനയൊക്കെ ഒരു ഓണം വൈബിലേക്ക് ഇത്തിരി മാറിയിട്ടുണ്ട്. ദേ ഇവിടെ ഒരു മുണ്ട് വിൽക്കുന്ന ചേട്ടനുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട്? ഓണം വൈബിലേക്ക് കടന്നോ? കുഴപ്പമില്ല, ചെറുതായിട്ട് ഒരു കടന്നിട്ടുണ്ട്. വൈകുന്നേരം ആളുകളൊക്കെ എത്തുന്നുണ്ടോ? കുറെ ആൾക്കാർക്ക് പല ആൾക്കാരൊക്കെ എത്തുന്നുണ്ട്. കുഴപ്പമില്ല, വിൽപ്പനയൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഓണം എന്തായി? നിങ്ങളുടെ ഓണം എങ്ങനെയാ? ഓണതേ മഴക്കാറ് വെച്ചിട്ടുണ്ട്. അടുത്ത മഴക്ക് കോൾ അടിക്കുന്നുണ്ട്. ഇപ്പൊ അതല്ലേ ഉള്ളു. പരമാവധി ആഘോഷമാക്കാനുള്ള സെറ്റപ്പ് ഒക്കെ എത്തി ബ്രോഡ്വേയിൽ ആയിട്ടൊന്നുമില്ല. പല സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു എല്ലാം പ്രതീക്ഷയാണ്. നല്ല ഓണം പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രേ ഉള്ളു. കണ്ടോ, ചെറിയൊരു നിരാശയുണ്ട് ചേട്ടൻ. എന്തായാലും ഗംഭീര മാർക്കറ്റ് ആവട്ടെ, ഗംഭീര കച്ചവടം ആവട്ടെ. ഇവിടെ എന്തായാലും ഗംഭീരമായ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്. നല്ല രീതിയിൽ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ പട്ടുസാരിയും പട്ടുപുടവും ഒക്കെ വിൽക്കുന്ന ചേട്ടന്മാരൊക്കെ സജീവമാണ്. നമുക്ക് ബ്രോഡ്വേ ഒരു വലിയ വിഭാഗവും ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത് വലിയൊരു റിസ്ക് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ബൈറ്റ് എടുക്കാൻ സുജയ്ക്ക് മനസ്സിലാവുമല്ലോ. ചേട്ടാ, ഓണം ആഘോഷമൊക്കെ എവിടെ വരെ എത്തി നിൽക്കുന്നു? ചേച്ചി, ഓണാഘോഷമൊക്കെ എവിടെ വരെ? അങ്ങനെ തന്നെ പോണ്. ഓണം പർച്ചേസ് ആണോ? അതെ അതെ അതെ. ആളുകളൊക്കെ ചേച്ചി ടിക്കറ്റ് കച്ചവടമൊക്കെ ഉണ്ടോ? ഓണമൊക്കെ ആയില്ലേ? എങ്ങനെയാ ആഘോഷമൊക്കെ? എങ്ങനെയുണ്ട് ചേട്ടാ ഓണം മാർക്കറ്റും വിപണിയൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ എവിടെ സ്ഥലം എവിടെയാ? ഇത് വള്ളൂർ ഞങ്ങള്. അതെ അതെ. ബ്രോഡ്വേ നമ്മളെ സംബന്ധിച്ച് എന്തിനും ഏതിനും വരുന്നൊരു സ്ഥലമാണല്ലോ. ഇപ്പൊ ഓണം മാർക്കറ്റ് സജീവമായി കഴിഞ്ഞു. പിന്നെ അടിപൊളിയാണ് ഇവിടെ എല്ലാവരും. എങ്ങനെയുണ്ട്? വിലയൊക്കെ എങ്ങനെയുണ്ട്? വിലയൊക്കെ റീസണബിൾ ആണ്, കുഴപ്പമൊന്നും. പിന്നെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. എങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു? എല്ലാം കഴിഞ്ഞു. ഓണം അങ്ങനെ ഓണായി വരുന്നതേ ഉള്ളൂ. കുടുംബമായി വൈകുന്നേരങ്ങളിൽ അതെ, ഫാമിലി ആയിട്ടൊക്കെ ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്കൂളൊക്കെ അടച്ചു. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങി ഓണം ഇങ്ങ് അടുപ്പിക്കാനായിട്ടുള്ള ഒരു ഓട്ടമായിരിക്കും. അലിയുടെ ഓണം ഇക്കുറി കൊച്ചിയിലാണോ അതോ എങ്ങനെയാണ് ഇത്തവണത്തെ പ്ലാൻ? നമുക്ക് ഓണമായാലും വിഷു ആയാലും ഇപ്പൊ കൊച്ചി തന്നെയാണ് സുജയ്. ഇപ്പൊ കൊച്ചി വിട്ടൊരു ആഘോഷം നമുക്കില്ല എന്നുള്ളതാണ്. കൊച്ചിയാണല്ലോ ആഘോഷങ്ങളുടെ ഒക്കെ ഒരു കേന്ദ്രം. ഇനിയിപ്പോ എന്ത് ആഘോഷമായാലും നമുക്ക് ഈ ബ്രോഡ്വേയും നമ്മുടെ മറൈൻ ഡ്രൈവും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനു വേറെ പോകണം? ദേ കാണാം, ഞാൻ നേരത്തെ പറഞ്ഞ പട്ടുപുടവയും ഒക്കെ ഇപ്പൊ കുട്ടികളുടെ പട്ടുടുപ്പൊക്കെ വിൽക്കുന്ന ചേട്ടൻ അവിടെയൊക്കെ ആളുകളൊക്കെ സജീവമായി വരികയാണ്. ഫാമിലികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കച്ചവടം എന്തായാലും തകൃതിയായി നടക്കുകയാണ്. ചേട്ടാ, ഓണം വിപണി എങ്ങനെയുണ്ട്? സാധനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വിൽപ്പന ഇന്ന സ്റ്റാർട്ട് ചെയ്തേക്കണത്. ഇന്നാ സ്റ്റാർട്ട് ചെയ്തേക്കണത്. കുറച്ച് മഴയായിരുന്നല്ല, ഇന്നാണ് ഒന്ന് കച്ചവടം ചാലായിക്കണത്. നല്ല കുട്ടിയുടുപ്പൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ വന്ന് തുടങ്ങി. അതേപോലെ തുടങ്ങി കച്ചവടം തുടങ്ങി. വൈകുന്നേരം ഫാമിലി ഒക്കെ വരുമായിരിക്കും. വരും. ഇനിയിപ്പോ ഒരു 3 ദിവസത്തെ കച്ചവടം ഉണ്ടാവും. അപ്പോ സാധനങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. ബ്രോഡ്വേയിലേക്ക് ആരെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ അതോടൊപ്പം തന്നെ മറ്റു കടകളിൽ എല്ലായിടങ്ങളിലും ആ ഒരു ഓണത്തിനായിട്ടുള്ള ഓണപ്പൊലിമയോട് കൂടിയുള്ള വസ്ത്രങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. പലരും നേരത്തെ തന്നെ ഇതൊക്കെ വാങ്ങി വെക്കും, പലരും തയ്പ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ പലതരത്തിൽ ഓണത്തിനായുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. താങ്ക് യു അലി അക്ബർ ഷാ. ഒപ്പം സുനിഷ അയലൂരുമാണ് നമുക്കൊപ്പം ചേർന്നത്. അങ്ങനെ വിപണി ഒരുങ്ങി വരികയാണ്. ഓണത്തിന് തൊട്ടു മുമ്പുള്ള ഞായറാഴ്ചയാണ്. ഇന്ന് എങ്ങനെയുണ്ട്, അനക്കമൊക്കെ ആയോ നോക്കാൻ പോയതാണ് അവർ രണ്ടുപേരും.